നമസ്കാരം. കുറച്ച് ദിവസം നമ്മുടെ ഗൾഫ് യുദ്ധവുമായി ബന്ധപ്പെട്ട കപ്പലുകളുടെ തിരിച്ചുവരവും തിരിച്ചുപോക്കുമാണല്ലോ വിഷയം. സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. ഹോർമൂസ് കടന്ന് ഇന്ത്യയിലോട്ട് വരേണ്ടിയിരുന്ന ക്രൂഡ് ഓയിൽ കപ്പൽ ചൈനയിലോട്ട് പോയി എന്നുള്ളത് സംബന്ധിച്ചാണ് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് വാർത്തകൾ പ്രചരിക്കുന്നത്. ഇപ്പം നമുക്ക് എല്ലാവർക്കും താല്പര്യമുള്ള വിഷയമാണ്. ഹോർമൂസ് കടന്നു വരുന്ന LPG ആയാലും LNG ആയാലും ക്രൂഡായാലും ഇത്തരം കപ്പലുകൾ ഇങ്ങോട്ട് വരുന്നത് നോക്കിയിരിക്കുകയാണ്. കാരണം ഇതെല്ലാം നമ്മളെ നേരിട്ട് ബാധിക്കുന്നതാണ്. ആ സമയത്താണ് ഇന്ത്യയിലോട്ട് വരുന്നു എന്ന് പറയുന്ന ഒരു കപ്പൽ അവിടെ നിന്നും ചൈനയിലോട്ട് പോയത് സംബന്ധിച്ചൊരു വിവാദം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അവരുടെ അത് സംബന്ധിച്ച വിശദീകരണം നടത്തിയെങ്കിലും നമുക്ക് ഇപ്പോഴും അത് ബോധ്യമായിട്ടില്ല. എന്നാൽ ഇത് സർവ്വസാധാരണമാണ്. ഈ കടലിൽ നടക്കുന്ന വ്യാപാര കൈമാറ്റങ്ങൾ, കച്ചവട കൈമാറ്റങ്ങൾ സർവ്വസാധാരണമാണെന്ന് യുദ്ധത്തിന്റെ തുടക്ക നാളുകളിൽ തന്നെ സെയിലിംഗ് കമന്ററി 2 ഉദാഹരണങ്ങളിലൂടെ സ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്നു. നമ്മുടെ ഇവിടെ നിന്ന് ഗുജറാത്തിൽ നിന്ന് യൂറോപ്പിലോട്ട് ഡീസലാണോ പെട്രോളാണോ കൊണ്ടുപോയ 2 കപ്പലിനെ ഏകദേശം നമ്മുടെ റെഡ് സീ അടുക്കുന്നതിന് മുമ്പായിട്ട് തിരിച്ചു വിളിച്ച് 2നെയും സിംഗപ്പൂരിൽ വിട്ട കഥ സെയിലിംഗ് കമന്ററി റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പൊ ഇത് അത്ര പുതുമയുള്ള കാര്യമല്ല. കപ്പലുകൾ ചിലടത്ത് ഓർഡർ ചെയ്യും, ഇടയ്ക്ക് വെച്ചായിരിക്കും അതിന്റെ തീരുമാനങ്ങളിൽ മാറ്റം വരുന്നത്. അത് വഴിതിരിച്ചു വിടും. ചിലപ്പോൾ പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രൈസ് ആ സമയത്ത് കൂടി, അല്ലെങ്കിൽ പ്രൈസ് കുറഞ്ഞു. ഇതെല്ലാം സർവ്വസാധാരണമാണ്. ഇവിടെ തന്നെയും നമുക്ക് തന്നെ പല ഉദാഹരണങ്ങളുണ്ട്. ഇങ്ങോട്ട് വരുന്ന പല കപ്പലുകളും നമ്മൾ ട്രാക്ക് ചെയ്യുമ്പോൾ TRVയിലോട്ട് വരുന്നു എന്ന് കരുതുന്നത് ചിലപ്പോൾ കൊളംബോയിലോട്ട് പോകുന്നതാണ്. ചിലത് കൊളംബോയിലോട്ട് പോകുന്നു എന്ന് കാണുന്ന കപ്പലുകൾ പെട്ടെന്ന് TRVയിലോട്ട് വരികയും ഇവിടെ ബർത്ത് ചെയ്യുകയും ചെയ്യുന്നതും നമുക്ക് അനുഭവമുണ്ട്. അപ്പൊ അതെല്ലാം ഈ പറയുന്ന കപ്പൽ മാനേജ് ചെയ്യുന്ന കമ്പനികൾ, അല്ലെങ്കിൽ കാർഗോ മാനേജ് ചെയ്യുന്ന കമ്പനികളുടെ തീരുമാനമാണ്. അതിനകത്തൊന്നും വലിയ പുതുമയോ അല്ലെങ്കിൽ വലിയ തർക്കത്തിനോ അവസരമുണ്ടാവേണ്ട കാര്യമില്ല. നമ്മുടെ ഇവിടെ ഇപ്പോൾ വന്ന് തിരിച്ചുപോയ MSC മാൻഹാട്ടൻ ആദ്യം വന്നത് നക്കാള, മൊസാംബിക്കിലെ നക്കാളയിൽ നിന്ന് വരികയും കൊളംബോയിലാണത് ആദ്യം ഡെസ്റ്റിനേഷൻ പോർട്ട് കാണിച്ചിരുന്ന കൊളംബോയാണ്. കൊളംബോയ്ക്ക് പോകേണ്ടിയിരുന്നത് TRVയിലോട്ട് മാറ്റുകയും TRVയിൽ ബർത്ത് ചെയ്യുകയും ചെയ്തു. ഡിസ്ചാർജും ലോഡും കഴിഞ്ഞിട്ട് JNPTയിലോട്ട്, നവശേവ പോർട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഏകദേശം തൃശൂർ, പൊന്നാനി ആ ഭാഗത്തെത്തിയപ്പോൾ കപ്പലിനെ തിരിച്ചു വിളിച്ചു. തിരിച്ച് വീണ്ടും TRVയിലോട്ട് വന്നു. TRVയിൽ വന്ന് വീണ്ടും ലോഡ് ചെയ്യാനായിരിക്കാം. വീണ്ടും ലോഡ് ചെയ്ത് പിന്നെ കപ്പൽ നേരെ പോയത് ഗംഗാവരം, നമ്മുടെ ആന്ധ്രാപ്രദേശിലെ ഗംഗാവരത്തേക്കാണ്. അപ്പൊ ഇതെല്ലാം പലതരം കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിൽ കപ്പൽ കമ്പനികളുടെ തീരുമാനമാണ്. JNPTയിലോട്ട് പോകേണ്ടിയിരുന്നത് ഏകദേശം ഒരു 150-200 നോട്ടിക്കൽ മൈൽ പിന്നിട്ട് കഴിഞ്ഞിട്ടാണ് തിരിച്ചു വിളിക്കുന്നത്. തിരിച്ചു വിളിച്ച് വന്ന പോർട്ടിൽ തന്നെ വീണ്ടും കയറ്റുന്നു. അപ്പോഴത്തേക്കും വേറെ ഏതെങ്കിലും കപ്പലിൽ നിന്ന് ഇവിടെ കാർഗോ ഡിസ്ചാർജ് ചെയ്തിരുന്നിട്ടുണ്ടാവാം. ആ കാർഗോയും കൂടെ എടുത്തിട്ടാണ് ഗംഗാവരത്തോട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ കപ്പലിനെ കടലിൽ വെച്ച് തന്നെ വഴിതിരിച്ചു വിടുന്നതും മാറ്റുന്നതും ഒന്നും ഒരു പുതുമയുള്ള കാര്യമല്ല. അതുപോലെ തന്നെ ഇപ്പോ നമ്മുടെ ബർത്തിലല്ല ആങ്കറേജിൽ ഉള്ള ഒരു കപ്പൽ, അത് ഇവിടെ നിന്ന് യാത്ര തുടങ്ങി കുറെ ദൂരം പോയതാണ്. നമ്മുടെ TRVയിൽ വരേണ്ട കപ്പലായിരുന്നില്ല. ചൈനയിൽ നിന്ന് പുറപ്പെട്ട് നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയ ഒരു കപ്പലിനെ തിരിച്ചു വിളിച്ച് നമ്മുടെ ആങ്കറേജിലുണ്ട്. അതിന്റെ കഥ, വിശദമായ കഥ ആ കപ്പൽ ഇവിടെ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞിട്ട് പറയാം. അല്ലെങ്കിൽ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അപ്പോ പറയാൻ കാരണം ഇതൊന്നും അത്ര വലിയ പുതുമയുള്ള കാര്യമല്ല. കടലിൽ വെച്ച് ഇത്തരം ഫൈനൽ അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റിൽ ഡീവിയേഷൻസ് സർവ്വസാധാരണമാണ്. മിക്കവാറും അങ്ങനെ സംഭവിക്കാറുണ്ട്. നേരത്തെ നിശ്ചയിച്ച റൂട്ടുകളിലോട്ട് പോകണമെന്നില്ല. മാറ്റാനുള്ള എല്ലാ സൗകര്യവും അതനുസരിച്ച് കപ്പൽ കമ്പനികളുടെ ഈ പറയുന്ന പ്ലാനേഴ്സ് അവരാണ് അതെല്ലാം തീരുമാനിക്കുന്നത്. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. രണ്ടാമത്തത് മറ്റൊരു കഥ. ഇപ്പോ MSC അലിസി 3 ഞാൻ ഈ പ്രസന്റേഷൻ എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇവിടെ നിന്ന് അൺബർത്ത് ചെയ്ത് പോയത് ആദ്യമായിട്ടാണ്.
ഖോർഫക്കാൻ, UAE ഷാർജയുടെ ഉടമസ്ഥതയിലുള്ള ഖോർഫക്കാൻ എന്ന് പറയുന്ന തീരത്തോട്ടാണ്. ആദ്യമായിട്ടാണ് TRV ഖോർഫക്കാൻ എന്താണ് എന്റെ ഓർമ്മ. 800 കപ്പലുകളായല്ലോ, ചിലപ്പോൾ ഓർമ്മ പിശകുണ്ടാകാം. ആരെങ്കിലും തിരുത്തിയാൽ തിരുത്താനും തയ്യാറാണ്. എന്തായാലും ഓർമ്മയിൽ ഖോർഫക്കാൻ എന്ന് പറയുന്ന പോർട്ടിലോട്ട് 5 ദിവസം TRV ഖോർഫക്കാൻ 5 ദിവസത്തിനകം അവിടെ എത്തുന്നു. കാരണം UAE അബുദാബിയിലും ജബലലി പോർട്ടിലും ഒന്നും ഇപ്പൊ കപ്പൽ പോകാൻ പറ്റാത്തത് കാരണം ഖോർഫക്കാനിലും ഫുജേറയിലുമാണ് UAE കപ്പലുകൾ ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്നതും ലോഡ് ചെയ്യുന്നതും. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് LC3 TRVയിൽ നിന്ന് ഖോർഫക്കാനിലോട്ട് പോയിരിക്കുന്നത്. ഈ ഖോർഫക്കാന്റെ കഥ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സ്ഥിരം പ്രേക്ഷകനുണ്ട്, കമലാസനൻ. അദ്ദേഹത്തിന്റെ ഒരു കത്ത് ഇങ്ങനെയാണ്: എവറി ഡേ ഐ ആം വാച്ചിങ് ദി കമന്ററി. സെയിലിംഗ് കമന്ററി അദ്ദേഹം ദിവസേന കാണാറുണ്ട്. ഐ ഓൾസോ റിമെമ്പറിംഗ് ദി ദുബായ് ഇൻ 1971. 71 എന്ന് പറയുമ്പോൾ ഏകദേശം 55 വർഷം മുമ്പ്. 55 വർഷം മുമ്പ് അദ്ദേഹം ദുബായിൽ ഇറങ്ങിയ കഥയാണ്. വെൻ ഐ ലാൻഡഡ് ഇൻ എ ബാർജ് ടു ഡിസംബാർക്ക് ടു ദുബായ്. ഇപ്പൊ മുംബൈയിൽ നിന്നായിരിക്കും പോയത്. മുംബൈയിൽ നിന്ന് പോയി ഒരു ബാർജില് ദുബായിലാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഏത് പോർട്ടിലാണ്, ദുബായ് ആണോ ഖോർഫക്കാനാണോ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം മറുപടി തന്നിട്ടില്ല. എന്തായാലും 1971, 55 വർഷങ്ങൾക്ക് മുമ്പ് ദുബായിൽ ഇറങ്ങിയ ആൾ കഥ തുടരുകയാണ്. നൗ സീ ദുബായ്, ഇപ്പോഴത്തെ ദുബായ് നിങ്ങൾ കാണുക. ദാറ്റ് ടൈം ദ ബിഗ് ബിൽഡിംഗ് വാസ് എ 5 floor ബിൽഡിംഗ് ഇൻ മക്തൂം റോഡ്. മക്തൂം ബ്രിഡ്ജാണ് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ് മക്തൂം ബ്രിഡ്ജ്. അപ്പൊ നേരത്തെ മക്തൂം ബ്രിഡ്ജ് ഉണ്ടായിരുന്നിരിക്കില്ല. ക്രീക്ക് സൈഡിൽ നിന്ന് പോകുന്ന വഴി എനിക്കറിയില്ല, എന്തായാലും ചങ്ങാടം വഴി അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കുന്ന കാലമായിരുന്നിരിക്കാം. എന്തായാലും അവിടുത്തെ ഈ മക്തൂം റോഡിലെ 5 നില കെട്ടിടമാണ് അവിടുത്തെ ഏറ്റവും വലിയ കെട്ടിടം. ദുബായ് ഈസ് ഓൾ ഡെവലപ്മെന്റ് ആഫ്റ്റർ സീ പോർട്ട്. അതാണ് പ്രശ്നം, അദ്ദേഹം എഴുതാൻ കാരണം അതാണ്. ദുബായ് ഈസ് ഓൾ ഡെവലപ്മെന്റ് ആഫ്റ്റർ സീ പോർട്ട്, എയർപോർട്ട്, ട്രേഡ് സെന്റർ, ദി 35-story ബിൽഡിംഗ്, ദ ഫെസ്റ്റ് ഇൻ ദി മിഡിൽ ഈസ്റ്റ്. 35 നില ബിൽഡിംഗ്. ഇപ്പോഴത്തെ ബിൽഡിങ്ങിനെ കുറിച്ചായിരിക്കില്ല, ആ സമയത്തുള്ള ബിൽഡിങ്ങിനെ കുറിച്ചായിരിക്കും. 35 നിലയുള്ള ബിൽഡിംഗ്. ജബലലി പോർട്ട് വാസ് കൺസ്ട്രക്റ്റഡ് ഇൻ ദ ഡെസേർട്ട്. അത് നമ്മൾ ഒരുപാട് തവണ പ്രസംഗിച്ച് നടന്നിട്ടുള്ള കാര്യമാണ്. ജബലലി പോർട്ട് വാസ് കൺസ്ട്രക്റ്റഡ് ഇൻ ദ ഡെസേർട്ട്. ഓൾ ദിസ് ഹാപ്പൻ, റൂളർ ഹയേർഡ് എഫിഷ്യന്റ് പീപ്പിൾ ടു ഡു ദ വർക്ക്. ആ വർക്കുകളെല്ലാം തുറമുഖമായാലും എയർപോർട്ടായാലും ഒക്കെ വർക്ക് ചെയ്യാനുള്ള വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകളെ അവിടുത്തെ റൂളർ വാടകയ്ക്ക് എടുത്ത് അല്ലെങ്കിൽ ശമ്പളത്തിനെടുത്തു. പ്രസന്റ് റൂളേഴ്സ് ഫാദർ, എ സിമ്പിൾ മാൻ. അദ്ദേഹത്തെ എനിക്ക് ചിത്രത്തിൽ കണ്ട ഓർമ്മയുണ്ട്. ഇപ്പോഴത്തെ റൂളറിന്റെ അച്ഛൻ, അദ്ദേഹത്തിന്റെ ചിത്രവും അവിടെയുള്ള കെട്ടിടങ്ങളിലൊക്കെ കാണാറുണ്ട്. അവർ റൂളേഴ്സ് ആർ ഇൻവെസ്റ്റിഗേറ്റിംഗ് തെഫ്റ്റ്. സ്വർണം. നമ്മുടെ റൂളർമാരുടെ ജോലി എന്താണെന്ന് പിടികിട്ടില്ല. അവര് നേഷൻ ബിൽഡിംഗ് ആണ്. പോർട്ട് പണിയുന്നു, എയർപോർട്ട് പണിയുന്നു, 2ാമത്തെ എയർപോർട്ട് പണിയുന്നു, 1ാം തരം റോഡ് നെറ്റ്വർക്ക് പണിയുന്നു, പൈപ്പ് ലൈനുകൾ ഇടുന്നു, ബദൽ എണ്ണപ്പാതകൾ ഒരുക്കുന്നു. അങ്ങനെ അങ്ങനെ അവർക്ക് ഓരോ നിമിഷവും ഓരോ ദിവസവും 365 ദിവസവും അവരുടെ രാജ്യമാണ് വലുത് എന്നുള്ള ചിന്തയിൽ അവിടുത്തെ റൂളേഴ്സ് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ റൂളേഴ്സ്, ഞാൻ ആവർത്തിക്കുന്നില്ല, TRVയിലോട്ട് വരുന്ന MSC ഗുൽസൻ ഇടയ്ക്ക് കൊളംബോയിലോട്ട് പോയില്ലെങ്കിൽ ഇന്നലെ വൈകുന്നേരം എത്തേണ്ടതാണ്. ഇന്ന് പുലർച്ചെയെങ്കിലും എത്തിയിട്ടുണ്ടാവും MSC ഗുൽസൻ. ഇത് പറയാൻ കാരണം MSC ഗുൽസന്റെ അഹോയ് ഗുൽസൻ എന്ന് പറയുന്ന ഒരു പ്രചരണത്തിന്റെ ഒരു ലിറ്ററേച്ചർ ഈ ദിവസങ്ങളിൽ പഴയ റെക്കോർഡുകൾ പരിശോധിച്ചപ്പോൾ എനിക്ക് കാണാനിടയായി. അതിനകത്തുള്ള വിശദമായ പരിപാടികൾ 2019 ഡിസംബർ മാസം 29 തോന്നിയത്. എന്റെ കയ്യിലിപ്പോഴില്ല. ഒരു നാല് പുറമുള്ള അത് സംഘടിപ്പിച്ചതിന്റെ സംഘാടകരുടെ ഫോട്ടോ, പങ്കെടുക്കുന്ന ആളുകൾ, M ശിവശങ്കറിന്റെ പേരും അതിനകത്തുണ്ട്. മറ്റാളുകൾ ശ്രീ O രാജഗോപാൽ തുടങ്ങിയ ആളുകളുടെ പേരുകളുണ്ട്. എന്താണ് അതിൽ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ 4 വർഷത്തിനകം തുറമുഖം പൂർത്തിയാക്കും എന്ന് പറയുന്ന ഡെഡ് ലൈൻ പിന്നിട്ടത് ജനങ്ങളെ ഓർമ്മപ്പെടുത്താനാണ്. അഹോയ് ഗുൽസൺ, ആ സമയത്താണ് MSC ഗുൽസൺ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ നീറ്റിലിറങ്ങിയത്. അതിന്റെ ഓർമ്മയ്ക്കും ആ കപ്പൽ നമ്മുടെ തീരത്തു കൂടി കടന്നു പോകുന്ന ദിവസവുമായി ചേർന്ന് വരുന്ന ഒരു ദിവസമാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അന്ന് ഓഗ്മെന്റഡ് റിയാലിറ്റിയിലൂടെ ആ കപ്പലിനെ തീരത്ത് കാണിക്കാനും നമ്മൾ ശ്രമിച്ചു. ചെറിയ തോതിലെങ്കിലും അത് വിജയിച്ചു. അപ്പോഴും
കപ്പൽ വരുത്താൻ പറ്റാത്തവർ ജനങ്ങളെ പടങ്ങൾ കാണിച്ചു പറ്റിക്കുന്നു എന്ന് പറഞ്ഞ ലോകപ്രശസ്തനായ ഒരു ക്യാപ്റ്റൻ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൂടി ഈ സമയത്ത് പറയാതെ പോയാൽ ചരിത്രം വിസ്മരിക്കുന്നതിന് തുല്യമാവും.